Good morning, dear children. Today, let us study our third chapter, that is multiplication and division. Here, the refresh and recall section. First, fill in the blanks. First question, 5 into 9. Multiplication table ചൊല്ലി ആൻസർ കണ്ടുപിടിക്കാനുള്ളതാണ്. 5 9s are എത്രയാണ്? 45. Then next 8 into 100. 100, 10, 100, 1000 തുടങ്ങി 0 ഉള്ള സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സീറോ ഉണ്ടോ ആ സംഖ്യ അത് ആ സീറോ ഈ നമ്പറിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സീറോ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എത്ര സീറോ ഉണ്ടോ അതിൽ ആ സീറോയും കൂടെ ചേർക്കുക. അതായത് 8 into 100 എന്ന് പറഞ്ഞാൽ 100ൽ 2 സീറോ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 1 ഉണ്ട് അല്ലേ. 1 0 0 അതാണ് 100. അപ്പോൾ 2 സീറോ ഒഴിവാക്കി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 into 1 എത്രയാണ്? 8 തന്നെ. പിന്നെ 2 സീറോയും കൂടെ ചേർക്കുക. അപ്പോൾ ആൻസർ 800. അതുപോലെ 7 into 1000. 7 into 1 എന്ന് പറഞ്ഞാൽ 7, 1000ൻ്റെ 3 സീറോ ചേർത്തു, അപ്പോൾ 7000. 8 into 0. നമുക്കറിയാം ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ 18 into 0 എന്ന് പറഞ്ഞാൽ 0. 25 into dash equals 25. അത് ഒരു നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആൻസറായിട്ട് അതേ നമ്പർ കിട്ടുന്നത്? 1 കൊണ്ട് അല്ലേ. 25 into 1 equals 25. Then 51 into 1. 51നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 51 തന്നെയായിരിക്കും. നെക്സ്റ്റ് ഫൈൻഡ് ദി പ്രോഡക്ട്സ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, അതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഫൈൻഡ് ദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3123 into 3. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിന് ഇവിടെ 1 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതുണ്ട്, 2 നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് 4 കണക്കുകൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന കണക്കുകൾ വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ 3123 into 3 മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഈ ഓരോ ഡിജിറ്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 3 9. 3 2s are 6. എഴുതുമ്പോൾ ഈ 3യുടെ നേരെ ആൻസർ എഴുതുക. യൂണിറ്റിൻ്റെ പ്ലേസിൽ 3 കിടക്കുന്നു, ആൻസർ യൂണിറ്റിൻ്റെ പ്ലേസിൽ എഴുതുക. ടെൻസിൻ്റെ പ്ലേസ് 3 2s are 6. 3 1s are 3. 3 3s are 9. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടുള്ള നമ്പർ കൊണ്ട് ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 56 into 25. ഇവിടെ 2 നമ്പറുകളുണ്ട്, 2ഉം 5ഉം. അപ്പോൾ ആദ്യം 5 കൊണ്ട് 6നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം 2 കൊണ്ട് 6നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 6 ആണ്. എത്രയാണ്? 5 6. എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ടേബിൾ നന്നായിട്ട് പഠിക്കും. ഇനി ആർക്കെങ്കിലും ടേബിൾ നന്നായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പഠിച്ച് തീർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള പാഠം ഈ ലെസണും നെക്സ്റ്റ് ലെസണും ഒക്കെ ടേബിൾ ഇല്ലാതെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. 5 6 are 30. ആർക്കെങ്കിലും അറിയാൻ വയ്യ, മറന്നുപോയി എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇത്ര കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. 5 6 are 30. 30യുടെ 0യെ നമ്മൾ ഇവിടെ എഴുതി, 3 റിമൈൻഡർ ആണ്, അതിനെ നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി 5 5s are 5നെ 6 കൊണ്ട് ചെയ്തു, ഇനി 5നെ 5 കൊണ്ട് ചെയ്യുക. 5 5s are 25. ഞാൻ 25ൻ്റെ കൂടെ ഈ 3യും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 28 കിട്ടും. 8നെ ഇവിടെ എഴുതി, 2നെ പുറത്തേക്ക് മാറ്റി എഴുതി. ഇനി നെക്സ്റ്റ് ഈ 5 കൊണ്ട് 6നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്തതുപോലെ തന്നെ ഈ 2 കൊണ്ടും 6നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഇവിടെ യൂണിറ്റിൻ്റെ പ്ലേസിൽ കിടക്കുന്ന ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ യൂണിറ്റിൻ്റെ പ്ലേസ് മുതൽ നമ്മളിങ്ങനെ എഴുതിപ്പോയി. ഈ 2 ടെൻസിൻ്റെ പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ആൻസർ ഈ ടെൻസിൻ്റെ പ്ലേസ് മുതലേ ലെഫ്റ്റിലേക്ക് എഴുതാവുള്ളൂ. യാതൊരു കാരണവശാലും ഈ ടെൻസിൻ്റെ പ്ലേസിലുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വൺസിൻ്റെ പ്ലേസ് തൊട്ട് എഴുതി പോകാൻ പാടില്ല. ഈ 2 ഏത് പ്ലേസിലാണോ അവിടെ മുതൽ ലെഫ്റ്റിലേക്ക് എഴുതാവുള്ളൂ. 2 6 are 12. 12ൻ്റെ 2വിനെ നമുക്ക് എന്താണ് ഈ 2 ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ആൻസർ ടെൻസിൻ്റെ പ്ലേസ് മുതലേ എഴുതാവുള്ളൂ. അപ്പോൾ 12ൻ്റെ 2വിനെ നമ്മൾ ഇവിടെ എഴുതി, 1നെ റിമൈൻഡറായിട്ട് മേളിൽ കൊടുത്തു. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ 0 ഇടുമായിരുന്നു അല്ലേ? ഇവിടെ ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ അറിയാതെ ഇവിടെ എഴുതി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ 0 ഇട്ട് പഠിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇനിയും അങ്ങനെ 0 ഇട്ട് തന്നെ തുടരാനാണ് താല്പര്യം, അങ്ങനെയെങ്കിൽ 0 ഇടാം. 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓർത്തോണം, സെക്കൻഡ് ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എഴുതാൻ പാടില്ല, ഇവിടെ മുതൽ എഴുതാവുള്ളൂ. അത്ര കാര്യം ഓർക്കുക. ഇനി 2 5s are 10. 10ൻ്റെ കൂടെ ഈ റിമൈൻഡർ കൂട്ടാൻ മറക്കരുത്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഇത് 5ൻ്റെ കൊണ്ട് ചെയ്തപ്പോഴുണ്ടായിരുന്ന റിമൈൻഡറാണ്, ഇതാണ് 2 കൊണ്ട് ചെയ്തത് ഈ റിമൈൻഡർ. അപ്പോൾ 2 5s are 10. 10 + 1 11. ഇനി ഈ 2 സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യണം. 0 + 0 0, 8 + 2 10ന് 0, റിമൈൻഡർ 1, 1 + 2 3, 3 + 1 4, 1, 1400. Next 214 into 36. 6 4s are 24. 24ൻ്റെ 4നെ നമ്മൾ ഇവിടെ എഴുതി, 2 റിമൈൻഡർ വന്നു. 6 into 1 6, 6 + 2 8. 6 2s are 12. 12ൻ്റെ 2 ഇവിടെ എഴുതി, 1 ഇവിടെ നീക്കി എഴുതി. അല്ലാതെ 12 കൂടെ ഒരുമിച്ച് ഈ ഒരു പ്ലേസിൽ വേണ്ട. ഇവിടെ ഒരു പ്ലേസ് ഇവിടെ എഴുതുക, അടുത്ത 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുക. ഇനി ഇവിടെ 3 ടെൻസിൻ്റെ പ്ലേസിലാണ്. ഇവിടെ 6 കൊണ്ട് ചെയ്തതുപോലെ തന്നെ 4നെയും 1നെയും 2വിനെയും ഈ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് വൺസിൻ്റെ പ്ലേസിലായ കാരണം വൺസിൻ്റെ പ്ലേസ് തൊട്ട് എഴുതി. 3 ടെൻസിൻ്റെ പ്ലേസിലായ കാരണം കിട്ടുന്ന ആൻസർ 3യുടെ താഴെ ടെൻസിൻ്റെ പ്ലേസ് മുതൽ എഴുതാവുക. 3 4s are 12. 12ൻ്റെ 3 4s are 12. 12ൻ്റെ 2വിനെ നമ്മൾ ഇവിടെ എഴുതി, 3യുടെ താഴെ റിമൈൻഡർ 1. 3 into 1 3 + 1 4. 3 2s are 6. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യണം. 4 8 + 2 10ന് 0, റിമൈൻഡർ 1. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ ഒരു ലൈനൊക്കെ ഇവിടെ വിട്ട് എഴുതിയാലും കുഴപ്പമില്ല, കാരണം എല്ലാം നീറ്റായിട്ട് ഇരുന്നോളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. 8 + 2 10ൻ്റെ 0, റിമൈൻഡർ 1. 1 + 2 3, 3 + 4 7, 1 + 6 7. ചെക്ക് ചെയ്ത് നോക്കാം. 6 4s are 24ൻ്റെ 4, റിമൈൻഡർ 2. 6 + 1 6 + 2 8, 6 2s are 12. 3 4s are 12. 12ൻ്റെ 2, റിമൈൻഡർ 1. 3 into 1 3 + 1 4, 3 2s are 6. 4 8 + 2 10ൻ്റെ 0, റിമൈൻഡർ 1. 1 + 2 3, 3 + 4 7, 1 + 6 7. ഓക്കെ, നെക്സ്റ്റ് 4132 into 6. 6 2s are 12, remainder 1. 6 3s are 18. 18 + 1 19. 19ൻ്റെ 9 ഇവിടെ, remainder 1. 6 into 1 6 plus 1 7. 6 4s are 24. 6 2s are 12 into 2, remainder 1. 6 3s are 18 plus 1 19. 19 and 9, remainder 1. Then 6 1s are 6 plus 1 7. 6 4s are 24. Okay.
Next, third question. Group these plots into groups of 7. How many such groups are there? ഇവിടെ കുറച്ച് വിത്തുകൾ കാണാം. അത് ഒരു ലൈനിൽ ഒരു നിരയിൽ എത്ര എണ്ണമുണ്ട്? 7 എണ്ണമുണ്ട് അല്ലേ? അപ്പോൾ മൊത്തം നമ്മൾ എണ്ണി നോക്കിയാൽ അങ്ങനത്തെ 7 എണ്ണം വീതമുള്ള 5 ലൈൻസ് ഉണ്ട്. അപ്പോൾ മൊത്തം എല്ലാം കൂടെ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് 35 ഉണ്ട്. അപ്പോൾ 35 സ്പ്രൗട്ട്സിനെ നമ്മൾ 7 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അപ്പോൾ എത്ര എണ്ണം കിട്ടും? 35നെ 7 എണ്ണം വീതം ഉള്ള ഗ്രൂപ്പുകളാക്കിയപ്പോൾ എത്ര ലൈൻ നമുക്ക് കിട്ടി? 5 അല്ലേ? അതായത് 35നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. 35 ഡിവൈഡഡ് ബൈ 7 ഈക്വൽസ് 5. ഇനി അതിൻ്റെ ഡിവിഷൻ ഫാക്റ്റ് എന്ന് പറയും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റ്, അതായത് 35 കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയും ഏതാണ് ഇവിടെ ലൈൻ ഇങ്ങനെ നിരനിരയായിട്ട് 7 എണ്ണം ഉണ്ട്, താഴേക്ക് 5 വരിയുണ്ട്. അപ്പോൾ 5 × 7 ആണ് 35. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റ് 35ൻ്റെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റ് എന്താണ്? 35 ഈക്വൽസ് 5 × 7. There are 5 groups. എല്ലാവർക്കും മനസ്സിലായല്ലോ? നെക്സ്റ്റ്, വർക്ക് ഔട്ട് ദ ഫോളോയിങ് പ്രോബ്ലംസ്. 1 ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇവിടെ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് 96 pence ഈക്വലി എമംഗ് 8 ബോയ്സ്. 96 പെൻസ് ഉണ്ട്, അത് 8 ബോയ്സിനായിട്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? 96 ഡിവൈഡഡ് ബൈ 8, അല്ലെങ്കിൽ നമുക്ക് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 96നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 എണ്ണം വീതം ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടും? 8 ആദ്യം ഓരോരുത്തർക്കും 8 പേർക്ക് കൊടുത്തു, വീണ്ടും കൊടുത്തു, അങ്ങനെ കൊടുത്ത് വരുമ്പോൾ 96നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 12. നെക്സ്റ്റ്, പുട്ട് 40 ഫ്ലവേഴ്സ് ഈക്വലി ഇൻ 5 വേസ്. 40 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവർ വേസിൽ 5 വേസസിൽ ഈക്വലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 ഡിവൈഡഡ് ബൈ 5. 40 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ന് 5 കൊണ്ട് 40 ഡിവൈഡ് ചെയ്യുമ്പോൾ 8. 8 5s are 40. ഇനി 54 സ്വീറ്റ്സ് ഈക്വലി ഇൻറ്റു 9 ബോക്സസ്. 54 സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, അതിനെ 9 ബോക്സസിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? 54 ഡിവൈഡഡ് ബൈ 9, അതായത് 54 ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? 9 ഇൻറ്റു എത്രയാണ്? 54. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഡിവിഷൻ ഫാക്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ ജസ്റ്റ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റ് നോക്കിയാൽ മതി. അതായത് 9 ഇൻറ്റു എത്രയാണ്? 54. 9 ഇൻറ്റു 6 ആർ 54. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 9 ഈക്വൽസ് 6. ഡിവൈഡ് 49 ഓറഞ്ചസ് ഈക്വലി ഇൻറ്റു 7 ഗ്രൂപ്പ്സ്. 49 ഓറഞ്ചസ് ഉണ്ടായിരുന്നു, 7 ഗ്രൂപ്പുകളിലായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റ് നോക്കുമ്പോഴോ 7 ഇൻറ്റു എത്രയാണ്? 49. 7 ഇൻറ്റു 7 ആണ് 49. അപ്പോൾ 49 ഡിവൈഡഡ് ബൈ 7 ഈക്വൽസ് 7. ഇത്രയും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിൻ്റെ ഒരു റിവിഷനായിരുന്നു. നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അതിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ 9 ഇൻറ്റു 5 ഈക്വൽസ് 45. അതിൽ 9 പറയുന്ന പേര് മൾട്ടിപ്ലിക്കൻറ്റ്, 5 മൾട്ടിപ്ലയർ. അതായത് ആദ്യത്തെ സംഖ്യ ഏതിനെയാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കൻറ്റ്. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന് മൾട്ടിപ്ലയർ. ഇനി കിട്ടുന്ന ആൻസറിന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ്. 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 3123. ഇതെന്താണ്? മൾട്ടിപ്ലിക്കൻറ്റ്. 3 കൊണ്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇത് മൾട്ടിപ്ലയർ. ഇത് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് to multiply a given number by 10, 20, 30. 10, 20, 30 ഈ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ പഠിച്ചായിരുന്നു 10, 100, 1000 ഈ നമ്പേഴ്സൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. എത്ര സീറോ ആ നമ്പറിലുണ്ടോ അത്രയും സീറോ നമ്മളിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 10, 20, 30. അപ്പോൾ 20ക്കും 30ക്കും ഒക്കെ
2ഉം 3ഉം ഒക്കെ ചേർന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ, അതുപോലെ 100, 200, 300 അങ്ങനെയുള്ള നമ്പേഴ്സിനെയൊക്കെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സർസൈസ് 3A, അപ്പോൾ നമ്മൾ റിഫ്രഷ് ആൻഡ് റീകോൾ സെക്ഷനിൽ ടീച്ചർ കാണിച്ചു തന്നായിരുന്നു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ എക്സർസൈസ് 3Aയിൽ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോംവർക്ക് തരികയാണ്. എക്സർസൈസ് 3Aയിലെ ഫസ്റ്റ് സെക്ഷൻ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. നിങ്ങൾ തന്നെ ടേബിൾ ചൊല്ലി ആൻസർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 5 × 30, 5 × 30. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 0 ചേർന്ന് വരുന്ന നമ്പേഴ്സ് വരുമ്പോൾ ഈ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 10 അല്ലേ. അപ്പോൾ 5 × 30 എന്ന് പറഞ്ഞാൽ 5 × 3 + 5 × 10. അതായത് നമുക്ക് ഈ 5നെ 0 ഒഴികെയുള്ള ബാക്കിയുള്ള നമ്പർ, അതായത് 3 കൊണ്ട് 5നെയും 3നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 0യെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5 × 3 എത്രയാണ്? 15. അതിൻ്റെ കൂടെ 0യും കൂടെ ചേർത്തു. 150. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 × 400. 6 × 400 എന്താ ചെയ്യേണ്ടത്? ഈ 2 0 ഒഴിവാക്കി ബാക്കി എത്രയാണ്? 6 × 4 ഉള്ളതല്ലേ. 400ൽ 2 0യാണ്, റിമൈനിങ് 4 ഉണ്ട്. അപ്പോൾ 6 4s എത്രയാണെന്ന് നോക്കുക, 24. അതിനോട് കൂടെ ഈ 2 0യും കൂടെ ചേർത്തു, 2400. ഓക്കെ. നെക്സ്റ്റ് 7 × 2000. 7 × 2000. ഇവിടെ 2000ന് 3 0 ഉണ്ട്, അത് ഒഴിവാക്കി ബാലൻസ് എത്രയുണ്ട്? 2 കിടപ്പുണ്ട്. 7 × 2 എത്രയാണെന്ന് നോക്കുക. 7 × 2 എത്രയാണ്? 14. അതിനുശേഷം ഈ 3 zeros ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ 0 ചേർന്ന് ഉള്ള നമ്പേഴ്സ് 10, 20, 30, 50, 300, 600, 7000, 5000 അങ്ങനെയുള്ള 0 ഉള്ള നമ്പേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഭാഗം ഒഴിവാക്കിയിട്ട് റിമൈനിങ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ 0 റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇനി 5 × ഡാഷ് ഈക്വൽസ് 400. അപ്പോൾ എന്താണ് 5? ഇപ്പോൾ 5 × എത്രയാണ്? 400 എന്നാണ്. അപ്പോൾ 5ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ ഈ ഇതിനോടടുത്ത് വരുന്ന ടേബിൾ വരെ നമുക്ക് 0 ഒഴിവാക്കി നോക്കാം അല്ലേ. 5 അല്ലെങ്കിൽ 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 5 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. 5 ഈ 5ൻ്റെ ടേബിളിനകത്ത് 5 8s 40 അല്ലേ. 5 × 8 40. ഇവിടെ നമുക്ക് ഒരു 0യും കൂടെ ചേർത്ത് കൊടുത്താൽ 5 × 80 = 400. നെക്സ്റ്റ് 9 × ഡാഷ് = 9 × ഡാഷ് = 3600. അപ്പോൾ ഇവിടെ 0 ഒഴിവാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം. എത്രയാണ്? 36 കിട്ടി. ഈ 9ൻ്റെ ടേബിളിനകത്ത് 36 വരുന്നുണ്ടോ എന്ന് നോക്കുക. എത്രയാണ്? 9 4s 36. ഇവിടെ 2 0 ബാലൻസ് കിടപ്പുണ്ട്. ആ 2 0യും കൂടെ നമ്മൾ ഈ ആൻസറിൻ്റെ കൂടെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് നമ്മൾ 40 എടുത്തതെന്ന് നോക്കാം. ഇവിടെ 2 0 ഒഴിവാക്കി നോക്കിയപ്പോഴത്തേനും 4 ഉള്ളൂ. ഇവിടെ 5നേക്കാളും ചെറിയ നമ്പറാണ്, അതിനാലാണ് നമ്മൾ 40 എടുത്തത്. അപ്പോൾ 5 × 8 40. പിന്നെ ബാലൻസ് ഒരു 0യേ ഉള്ളൂ, അതാണ് നമ്മൾ 8ൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത്. നെക്സ്റ്റ് 6 × 40 = ഡാഷ്. 40ക്ക് ഒരു 0 ഉണ്ട്, 0 ഒഴിവാക്കി ബാക്കിയുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 4s 24. 0യെ റൈറ്റിൽ ചേർത്ത് കൊടുത്തു. നെക്സ്റ്റ് 6 × 70 = 6 × 7. നോക്കുക എത്രയാണ്?
42. 0 റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 4 into 500. 4 into 5 എത്രയാണെന്ന് നോക്കി. 5 4s are 20. അതിൻ്റെ കൂടെ 2 0 കൂടെ ചേർത്തു. നെക്സ്റ്റ് 3 into 800. 3 into 800. 3 8s are 24. പിന്നെ 2 0. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ ബാക്കി കിടക്കുന്നത് ഹോംവർക്കാണ് കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യുക.